ഹലോ ഹായ് നമസ്തേ, ഇത് ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് മുട്ടത്തോണം SNDP ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ എത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുജത്തിയുടെ മകൾ പൊന്നുവിനെ ഇവിടെ 8ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് പൊന്നു മറ്റൊരു സ്കൂളിലായിരുന്നു. ഇപ്പോൾ വീടിനടുത്തേക്കുള്ള സ്കൂളിലേക്ക് മാറ്റിയതാണ്. ഇന്ന് ജൂൺ 1 സ്കൂളുകളൊക്കെ ഓപ്പൺ ആകുന്ന ദിവസം. അപ്പോൾ പൊന്നുവിന് പുതിയ ക്ലാസ്സിലെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. പൊന്നു സ്കൂളിൽ നിന്ന് ലഡുവാണ് അല്ലയോ? എങ്ങനെയുണ്ട് പുതിയ സ്കൂളിലോട്ട് വന്നിട്ട്? കുഴപ്പമില്ല. മോന് പരിചയമുള്ള ആരെങ്കിലും കണ്ടോ? ആരെ കണ്ടു? എൻ്റെ കൂടെ നേരത്തെ അങ്കമാടി പഠിച്ച ഒരു ഫ്രണ്ടിനെ കണ്ടു. ശരി. അങ്ങനെ പൊന്നു തിരിച്ച് മുട്ടത്തോണം സ്കൂളിലേക്ക് വന്നേക്കുവാണ്. ഇവിടെ അംഗൻവാടി ഇവിടെ ആയിരുന്നു പഠിച്ചത്. പിന്നെ മറ്റു പ്രത്യേകത ഇവിടെ ഉണ്ട്. എന്താ പിന്നെ പ്രത്യേകത ഈ സ്കൂളിൻ്റെ? പപ്പ പഠിപ്പിച്ച സ്കൂൾ. പപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നുവിൻ്റെ അമ്മയുടെ അച്ഛൻ, അതായത് ഞങ്ങളുടെയൊക്കെ പപ്പ ഇവിടെ സ്കൂൾ മാഷായിരുന്നു. ആ സ്കൂളിലേക്കാണ് കുഞ്ഞ് തിരിച്ച് പഠിക്കാനെത്തിയത്. പൊന്നു തന്നെ അല്ല, ഞാൻ പഠിച്ചു, പിന്നെ എൻ്റെ 2 അനിയത്തിമാർ, അതിലൊന്ന് പൊന്നുവിൻ്റെ അമ്മ, ഞങ്ങളെല്ലാം പഠിച്ച സ്കൂളാണ്. പിന്നെ പൊന്നു അംഗൻവാടി പഠിച്ചത് ഇവിടെ തന്നെ. നമുക്ക് ആ സ്കൂളിലൊന്നും വേണ്ടേ അംഗൻവാടിയിലെ? ശരി പോയാലോ? തുള്ളിച്ചാടി നടക്കേണ്ട അംഗൻവാടി. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പൊന്നുവിനെ കൊണ്ട് പൊന്നു പഠിച്ച അംഗൻവാടിയിലോട്ട് പോവാണ്. തട്ടി വീടലും മോൻ്റെ ക്ലാസ്സും അവൻ കാണിക്കാം. മോനെ 8A ഇല്ലേ ഇവിടെ വന്നേ? ബി ഇംഗ്ലീഷ് മീഡിയം അല്ല, മലയാളം മീഡിയം ആണല്ലോടാ? ആണോ? അപ്പോൾ മോൻ്റെ ക്ലാസ് കണ്ടായി മോന്? 8A ആണോ B ആണോ? ശരി വന്ന് നോക്കാം, നടന്നോ. അപ്പോൾ പൊന്നുവിൻ്റെ ക്ലാസ്സിലോട്ട് കയറുവാണ്. 8A ആണ്. 8A. അപ്പോൾ പൊന്നു ഇന്ന് തൊട്ട് പുതിയ ക്ലാസ്സിലാണ്. അപ്പോൾ പൊന്നുവിൻ്റെ അംഗൻവാടി ക്ലാസ്മേറ്റ് ആയിരുന്നേ. ഇങ്ങോട്ട് നോക്കിയേ, നമ്മുടെ പേര് പറഞ്ഞേ? ആരാധ്യശ്രീ. ഓക്കെ. അപ്പോൾ അവർ പഴയ നൊസ്റ്റാൾജി അടിച്ചിട്ട് അവർ അംഗൻവാടിയിലോട്ടൊന്ന് പോവുകയാണ്. അവിടെ ഇരുത്തുമെന്നൊന്ന് ചോദിക്കാം. കുഞ്ഞു പുതിയ സ്കൂളിൽ നിന്ന് വന്നപ്പം പണ്ടത്തെ അംഗൻവാടി ക്ലാസ്മേറ്റിനെ ഇപ്പോൾ ഇവിടെ വെച്ച് കിട്ടിയതാണ്. അവരൊക്കെ ഒരുമിച്ച് പൊന്നു ചെരുപ്പ് കുഴിയിട്ടിട്ട് അംഗൻവാടിയിലൊന്ന് കയറിക്കേ. പണ്ട് കുറേ കാലം ഇവിടെ കിടന്ന് വിലസയില്ലയോ? ഇത് 2 ഇവിടുത്തെ പഴയ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. പിന്നെ ഒരാൾ ഇവിടെ തന്നെ പഠിച്ചു, അടുത്ത ആള് ചെന്നിക്കര സ്കൂളിൽ പോയി. ഹായ്, എന്താ മോടെ പേരെന്താണ്? കാത്തു. ആഹാ, കുഞ്ഞുകാരനാ കാത്തു. ആഹാ. ഹായ്, എന്താ മോൻ്റെ പേരെന്താ? എന്താണ്? ശരി. മോൻ്റെ പേരെന്താ? അപ്പൂച്ചൻ. അടിപൊളിയാണല്ലോ. അപ്പൂസോ? ഓ ശരി. ഈ അംഗൻവാടിയിലാണ് പൊന്നു. 2 വർഷം ഉണ്ടായിരുന്നു മോനെ? ആണോ? പൊന്നു എത്ര നാളും ഉണ്ടായിരുന്നു ഇവിടെ? കുഞ്ഞ് എത്ര നാളും ഇവിടെ പഠിച്ച്? അറിയത്തില്ല, അങ്ങായിരുന്നു. കൊണ്ടങ്ങ് വിട്ടായിരുന്നു. 3 വയസ്സ് കഴിഞ്ഞപ്പോഴേ കൊണ്ടങ്ങ് വിട്ടായിരുന്നു. ശരി. ബെഞ്ചിലൊക്കെ ഒന്ന് ഇരിക്കുന്നോ? ഇവിടെ ഇരുന്നില്ലേ? ഒന്ന് ഇരുന്നേ നോക്കട്ടെ. ഇല്ലല്ലോ, ഒന്ന് ഇരുന്ന് എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. ഓടി ഞാനൊക്കെ വെയിറ്റ് ഒന്നും ഇല്ല. ഒന്നിന് ഇരുന്നേ ഓടിയത്തൊന്നുമില്ല. ഒന്ന് ഇരിക്കും പൊന്നു. പൊന്നു ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? പണ്ടത്തെ എന്തെങ്കിലും? എന്തൊക്കെയോ ഓർമ്മയുണ്ട്. ഇവിടുത്തെ ടീച്ചർമാരെ ഓർമ്മയുണ്ടോ? ശാന്തകുമാരി ടീച്ചർ. പിന്നെ അല്ല മറ്റേ നോക്കാൻ. പിന്നെ ആരുണ്ടായിരുന്നു? പിന്നെ വേറൊരു ടീച്ചർ ഉണ്ട്. ഈ ചേച്ചിയെ ഇവിടെ വെച്ച് പഠിപ്പിക്കാവോ? മോനെ ചേച്ചി ഇഷ്ടപ്പെട്ടോ? സാരമില്ല. ബലൂണിന് വേണ്ടി. എന്തിനാ മോനെ കരയില്ലേ? എന്താണ്? സാരമില്ല, ഒരു ബലൂൺ കൊടുത്ത്. ഓക്കെ. ഇപ്പം മോൻ്റെ വിഷമം. ഓക്കെ. പൊന്നു, ആ ബാക്കി ഇരിക്കുന്ന മോളെ പരിചയമുണ്ടോ? എങ്ങനെ പരിചയം? അന്ന് ശാസ്ത്രമേളക്ക്. എവിടെ വെച്ച്? കുഴിക്കാല അല്ലേ? ശരി. അപ്പോൾ കുഞ്ഞിന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര പേടിയല്ലായിരുന്നു ആദ്യമേ? പരിചയമുള്ള ആരും ഇല്ലെന്ന്. ഇപ്പോൾ പരിചയമുള്ള എത്ര പേരെ കിട്ടി?
ആണോ? ഇതിനെ പരിചയമില്ല. ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ആ മോളെ പരിചയമില്ലയോ? അപ്പൊ നമുക്കിനി പോവാം. ശരി. പൊന്നു, അപ്പോഴേ പണ്ട് പഠിച്ച അങ്കമാടി വീണ്ടും ഇരുന്നപ്പോൾ എന്തോ തോന്നി? ഒന്നും തോന്നിയില്ല അല്ലയോ? പുതിയ സ്കൂളിലോട്ട് വന്നപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ പണ്ട് പഠിച്ച സ്കൂൾ തന്നെ ഇല്ലയോ? അല്ലേ? ഹാപ്പി അല്ലയോ? ആണോ? ആ, കുഴപ്പമില്ല, സാരമില്ല. എന്തായാലും കുഴപ്പമുണ്ടെങ്കിൽ മാമനെ വിളിച്ചാൽ മതി. മാമൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം. ശരി.